അഭി, എന്തു പറ്റി? നീ എന്താ ആഹാരം കഴിക്കാതിരിക്കുന്നത്? എന്തു പറ്റി മോനെ? ഏയ് ഒന്നുമില്ല. അത് വെറുതെ. ഒന്നുമില്ലാതെ നീ ഇങ്ങനെ ഇരിക്കില്ല. എന്താടാ പ്രശ്നം? അഭി, എന്താ എന്താ പ്രയാസം? മോനെ അഭി, എന്ത് ഇഷ്യൂ ആയാലും നീ അത് ഞങ്ങളോട് പറയേ. നമുക്കതിന് സൊല്യൂഷൻ കാണാൻ പറ്റുമോ നോക്കാം. നിന്റെ ഭാവം കണ്ടിട്ട് ഇതൊരു നിസ്സാര പ്രശ്നമായിട്ട് തോന്നുന്നില്ല. അതുകൊണ്ടാ ചോദിക്കുന്നേ. മനസ്സിൽ വെക്കാതെ തുറന്നു പറയേ. നമ്മുടെ പാൽപ്പൊടി ബിസിനസ് ഞാൻ കാരണം നഷ്ടത്തിലാവുന്ന തോന്നുന്നത്. എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം എനിക്ക് നല്ല രീതിയിൽ നടത്തിയെടുക്കാൻ സാധിച്ചില്ല. ആ ബിസിനസ് ഇപ്പോൾ ആകെ ഡള്ളായിരിക്കുക. വളരെ വലിയൊരു വീഴ്ചയാണ് നമുക്ക് മാർക്കറ്റിൽ സംഭവിച്ചിരിക്കുന്നത്. ദിവസം തോറും നഷ്ടത്തിലേക്ക് നീങ്ങുന്ന ബിസിനസ് എങ്ങനെ വീണ്ടെടുക്കണമെന്ന് എനിക്കൊരു ഐഡിയയും കിട്ടുന്നില്ല. കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് നമ്മുടെ പാൽപ്പൊടിക്ക് മാർക്കറ്റിൽ വേണ്ടത്ര മൂവ്മെൻ്റ് ഇല്ലായിരുന്നത് ഞാനും ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ അഭി ഈ സിറ്റുവേഷൻ ഇമ്പ്രൂവ് ചെയ്തെടുക്കുമെന്നാണ് ഞാൻ കരുതിയിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് അഭിയോട് ഡിസ്കസ് ചെയ്യാതിരുന്നത്. നഷ്ടത്തിലേക്ക് പോകുന്ന ബിസിനസ് ഉയർത്തിക്കൊണ്ട് വരാൻ വേണ്ടി ഞാൻ പല പദ്ധതികളും പ്ലാൻ ചെയ്തു. പക്ഷേ അതൊന്നും വർക്കൗട്ടായില്ല. ഇനി എന്ത് ചെയ്യുന്നു ആലോചിച്ചിട്ട് ഒരെത്തുമ്പോഴും കിട്ടുന്നില്ല. ഞാനാകെ ടെൻഷനില്ല. മോനെ, ബിസിനസ് ആവുമ്പോൾ ഒരു ചെറിയ താഴ്ചയൊക്കെ സ്വാഭാവികമാണ്. മോൻ ടെൻഷൻ ആവാതിരിക്കുക. നമുക്കിതിനെല്ലാം പരിഹാരം കാണാം. അഭി, മോനിപ്പോ ആഹാരം കഴിക്കും. നീ ആദ്യം ആഹാരം കഴിക്കടാ. കഴിക്കടാ. അതെ, ഇതെന്താ ഇത്രയും ചെറിയ സ്പൂണിൽ കറി വിളമ്പുന്നത്? ഈ സ്പൂണിലാണ് കറി വിളമ്പുന്നതെങ്കിൽ രാവ് വെളുത്താലും കറി വിളമ്പി തീരൊന്നുമില്ല. ഞാൻ ആഹാരം കഴിച്ച് എഴുന്നേൽക്കുകയില്ല. അതുകൊണ്ട് കുറച്ചുകൂടി വലിയ സ്പൂണിൽ ചേച്ചി കറി വിളമ്പണം. അഭിഷേക് ബിസിനസിന്റെ നഷ്ടം നികത്താൻ എന്താ വഴിയെന്ന് ചിന്തിച്ചോണ്ടിരിക്കല്ലേ? കച്ചവടം തിരികെ പിടിക്കാനുള്ള വഴി ആലോചിക്കുകയല്ലേ? ഇതാണ് അഭിഷേകിന്റെ പ്രശ്നത്തിനുള്ള ശരിയായ ഉത്തരം. ഞാൻ പറഞ്ഞത് അഭിഷേകിന് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. ഇല്ല, ചേച്ചി പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. ഞങ്ങൾക്ക് മനസ്സിലായില്ല അല്ലേ മഹേട്ടാ? മഹേട്ടന് മനസ്സിലായോ? എനിക്ക് മനസ്സിലായിട്ടില്ല. ദേവിക എന്താ ഉദ്ദേശിച്ചത്? എന്റെ ഉത്തരം വളരെ ലളിതമാണ്. പാൽപ്പൊടിയുടെ ബിസിനസ് വർദ്ധിപ്പിക്കാൻ വേണ്ടി പാൽപ്പൊടി ടിന്നിനൊപ്പം ഒരു സ്പൂൺ കൂടി സൗജന്യമായിട്ട് നൽകുക. സ്പൂൺ സൗജന്യമായിട്ട് കൊടുത്താൽ നമ്മുടെ കസ്റ്റമേഴ്സിന് കൃത്യം അളവിൽ പാൽപ്പൊടി ഉപയോഗിക്കാൻ സാധിക്കും. ഒപ്പം സ്പൂണ് കൊടുക്കുന്നതിലൂടെ നമുക്ക് കസ്റ്റമേഴ്സിനെ പെട്ടെന്ന് ആകർഷിക്കാനും സാധിക്കും. നമ്മൾ സ്പൂൺ സൗജന്യം നൽകിയാൽ സ്പൂൺ കൊടുക്കാതെ മാർക്കറ്റിൽ ലഭ്യമാകുന്ന മറ്റ് കമ്പനികളുടെ പാൽപ്പൊടികൾ കസ്റ്റമേഴ്സിൽ ഭൂരിഭാഗവും ഉപേക്ഷിക്കും. പക്ഷെ സ്പൂൺ കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇതുപോലുള്ള ചെറിയ സ്പൂണുകൾ കൊടുക്കരുത്. വലിപ്പമുള്ള സ്പൂണുകൾ വേണം സൗജന്യമായി നൽകേണ്ടത്. വലിപ്പമുള്ള സ്പൂണുകൾ പാൽപ്പൊടിക്കൊപ്പം സൗജന്യമായി നൽകിയാൽ കസ്റ്റമേഴ്സ് പാൽപ്പൊടി ഉപയോഗിക്കുന്നതിന്റെ അളവ് കൂടും. നമ്മുടെ ബിസിനസ് പുരോഗതി പ്രാപിക്കും. അപ്പോ സ്വാഭാവികമായും
പാൽപ്പൊടിയുടെ പ്രൊഡക്ഷനും നമുക്ക് വർദ്ധിപ്പിക്കേണ്ടി വരും. നഷ്ടത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ബിസിനസ് പെട്ടെന്ന് ലാഭത്തിലേക്ക് ഉയർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. ഇതൊരു ഉഗ്രൻ ഐഡിയ ആണല്ലോ. കൺഗ്രാറ്റുലേഷൻസ് ദേവി ചേച്ചി. ഈ ഐഡിയ ഉറപ്പായും വിജയിക്കും. നമുക്ക് വീണ്ടും മാർക്കറ്റ് പിടിച്ചെടുക്കാനും സാധിക്കും. ബിസിനസ് ലാഭത്തിലും ആവും. അതിന് യാതൊരു സംശയവും വേണ്ട. ബിസിനസ്സിലെ വലിയൊരു പ്രശ്നത്തെ ഒരു സ്പൂൺ കൊണ്ട് എത്ര ലളിതായ ദേവിക പരിഹരിച്ച്. ദേവികയുടെ ബുദ്ധിയെ സമ്മതിക്കണം. നമുക്കാർക്കും ഇങ്ങനെ ഒരു ആശയം തോന്നിയില്ലല്ലോ. കസ്റ്റമേഴ്സ് ആണ് രാജാക്കന്മാര്. നമ്മൾ അവരുടെ മനസ്സ് തിരിച്ചറിഞ്ഞ് ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്താൽ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഒരിക്കലും കസ്റ്റമേഴ്സ് തിരസ്കരിക്കില്ല. അവർ ഇരു കൈ നീട്ടി സ്വീകരിക്കും. ഇത്രയധികം ബിസിനസ് ഐഡിയകളുള്ള ദേവിക ഒരിക്കലും ഈ വീടിനുള്ളിൽ മാത്രം ഒതുങ്ങിക്കൂടാൻ പാടില്ല. ദേവിക ഓഫീസിലേക്ക് വരണം. ഓഫീസിന്റെയും നമ്മുടെ കമ്പനിയുടെയും ഉത്തരവാദിത്വം ദേവിക ഏറ്റെടുക്കണം. അയ്യോ സർ, അത് ഒന്നും ഇങ്ങോട്ട് പറയണ്ട. ഞാൻ പറയുന്നത് അനുസരിച്ചാൽ മതി. ഞാനാണ് പറയുന്നത്. അതെ, അത് മതി. ബിസിനസ്സിൽ ഇത്ര ഉൾക്കാഴ്ചയുള്ള ദേവിക നമ്മുടെ ബിസിനസ്സിനൊരു മുതൽക്കൂട്ടം. അത് ഞങ്ങൾക്ക് പാഴാക്കാൻ പറ്റില്ല. നാളെ മുതൽ ദേവിക ഓഫീസിലേക്ക് വരണം. അതെ ചേച്ചി, നാളെ മുതൽ ചേച്ചി ഓഫീസിലേക്ക് വരണം. അത് അതെ, വന്നാൽ മാത്രം പോരാ. ഇതുപോലുള്ള ഐഡിയകൾ ഞങ്ങളെ പഠിപ്പിക്കുകയും വേണം. ദേവിക ഓഫീസിലേക്ക് പോകാൻ തുടങ്ങിയ സിദ്ധുവിന്റെ കാര്യങ്ങൾ പിന്നെ ആരാ നോക്കുന്നത്? സിദ്ധുവും ദേവികയുടെ കൂടെ ഓഫീസിൽ പോട്ടെ. അപ്പൊ ആ വിഷയത്തിന് പരിഹാരമാവുമല്ലോ. അവളെ വീട്ടിലിരുത്ത നമ്മൾ സകല പണികളും ഒപ്പിച്ചെങ്കിലും ഇപ്പൊ അതെല്ലാം പൊളിഞ്ഞ് പാളീസായി പോയില്ലേ? ഇപ്പൊ ദേവിക്ക് അവളുടെ ഇഷ്ടാനുസരണം പുറത്തു പോകാനും അവളുടേതായ രീതിയിൽ എല്ലാ തോന്നിവാസങ്ങളും നടത്താനുള്ള അവസരമല്ലേ കിട്ടിയിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യും? ഇപ്പൊ തന്നെ അവൾക്ക് അന്ന് നമ്മൾ ഏർപ്പെടുത്തിയ ഗുണ്ടകളെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും കിട്ടിക്കഴിഞ്ഞു. അവളിനെ ഓഫീസിൽ സ്ഥിരമായി പോയി തുടങ്ങിയ നമ്മളെ കുറിച്ച് മറ്റാർക്കും അറിയാത്ത പലതും അവൾ അറിയാൻ സാധ്യതയുണ്ട്. അങ്ങനെ അവൾ എന്തെങ്കിലും അറിഞ്ഞ നമ്മൾ മൂടി വച്ചിരിക്കുന്ന രഹസ്യങ്ങളെ കുറിച്ച് അവൾ മനസ്സിലാക്കിയ ഒരിക്കലും പുറത്തേക്ക് വരാൻ സാധ്യതയില്ലാത്ത ഒരു ചക്രവ്യൂഹത്തിലായിരിക്കും നമ്മൾ പെടുന്നത്. നിങ്ങളുടെ ചേട്ടൻ ഇങ്ങനൊരു ചതി ഒപ്പിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ദേവിക വന്ന ശേഷം മഹേഷിന്റെ സ്വഭാവം അപ്പാടെ മാറി. ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളുടെ രക്ഷയ്ക്ക് വേണ്ടി നമുക്കിനി എന്ത് ചെയ്യാനാവും? അതേക്കുറിച്ച് ചിന്തിക്കേ. ടെൻഷൻ കാരണം എന്റെ തലയാകെ ചൂട് പിടിച്ചിരിക്കുക. ഇപ്പൊ ചിന്തിച്ച ഒരു ഐഡിയയും വരില്ല ഏട്ടാ. നീ പോയി അഞ്ജിതയെ വിളിച്ചിട്ടോ? അല്ല, അവളെ എന്തിനാ ഇപ്പൊ വിളിക്കുന്നേ? കാര്യമുണ്ട്. ഇനി ദേവിയെക്കെതിരെയുള്ള നമ്മളുടെ പോര് നമ്മൾ നടത്തുന്നത് അഞ്ജിതയെ മുൻനിർത്തി ആയിരിക്കണം. ഹരിയേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നത്? നീ പോയി അവളെ വിളിച്ചിട്ടോ, എന്നിട്ട് പറയാം. ചെല്ല്. എന്താ എന്തിനാ എന്നെ വിളിച്ചേ? മോള് കണ്ടല്ലോ മോളുടെ ചേച്ചിയുടെ വെച്ചടിയുള്ള കയറ്റം. ഇനി നിന്റെ ചേച്ചിയുടെ ഭരണം ഈ വീട്ടിൽ മാത്രമായി ഒതുങ്ങില്ല. ഓഫീസിലും ദേവിയുടെ ഭരണമാണ് നടക്കാൻ പോകുന്നത്. ഇങ്ങനെ പോയാൽ നമുക്ക് ആർക്കും ഈ വീട്ടിൽ സ്ഥാനമില്ലാതെ ആവും. ഏറ്റവും കൂടുതൽ ദുരനുഭവങ്ങൾ നേരിടേണ്ടി വരുന്നത് നിനക്കായിരിക്കും.
നിന്റെ ചേച്ചിയുടെ എച്ചിൽ നിന്ന് നിനക്കിവിടെ കഴിയേണ്ടി വരും. അതിന് നീ ഒരുക്കണോ? എന്റെ ചേച്ചിയുടെ എച്ചിൽ തിന്ന് ഞാനിവിടെ കഴിയാനോ? അതിലും ഭേദം ആത്മഹത്യ ചെയ്യുന്നതാ. ആ, ഇപ്പൊ തന്നെ അവൾ ഇങ്ങനെ ചേച്ചി കേറുന്നത് കാണുമ്പോഴേ എനിക്ക് സഹിക്കാനാവുന്നില്ല. എങ്ങനെ അവളെ നശിപ്പിക്കാം, എങ്ങനെ അവളെ ഒതുക്കാം എന്ന ചിന്തയിലാ ഞാൻ. പക്ഷെ എനിക്ക് അവൾക്കെതിരെ ഒന്നും ചെയ്യാനും സാധിക്കുന്നില്ല. അങ്ങനെ മോള് നിരാശപ്പെടണ്ട. നമ്മൾ വിചാരിച്ചാലും ചില കാര്യങ്ങളൊക്കെ നടക്കും. ഈ വീട്ടിലെ അവസാന വാക്ക് ഞങ്ങളുടെ അമ്മയുടെതാണെന്ന് അറിയാമല്ലോ. മോളുടെ വിഷമം അമ്മയോടൊന്ന് പറഞ്ഞു നോക്ക്. ചിലപ്പോ മോക്ക് അനുകൂലമായ തീരുമാനം അമ്മയെന്നുണ്ടായാലോ. എന്താ മോളെ, എന്താ നിന്റെ പ്രശ്നം? എന്താണേലും നീ എന്നോട് പറയും. ഞാൻ എന്ത് പറയാനാ മുത്തശ്ശി? ഇവിടെ നടക്കുന്നതെല്ലാം മുത്തശ്ശി കാണുന്നതല്ലേ. എനിക്ക് ഈ വീട്ടിൽ എന്ത് വിലയാ മുത്തശ്ശി ഉള്ളത്? ഒരു വിലയുമില്ല, ഒരു സ്ഥാനവുമില്ല. ഇവിടെ സ്ഥാനവും അധികാരവും അവകാശവും ഒക്കെ ദേവിക ചേച്ചിക്ക് മാത്രമല്ലേ ഉള്ളൂ. ഓഫീസിലെ ഭരണവും ദേവിക ചേച്ചിയുടെ കയ്യിലായി. ഇതൊക്കെ ശരിയാണോ മുത്തശ്ശി? മഹിയങ്ങൾ എന്തിനാ ഓഫീസിലെ ഉത്തരവാദിത്തങ്ങള് ദേവിക ചേച്ചി ഏൽപ്പിച്ചത്? ഋഷിയേട്ടനും അഭിയേട്ടനും കൂടി ഓഫീസിലെ കാര്യങ്ങള് നല്ല രീതിയിൽ നോയിക്കൊണ്ടിരിക്കുവായിരുന്നല്ലോ. അതിനിടയിൽ അവർക്ക് മുകളിലായി ദേവിക ചേച്ചി പ്രതിഷ്ഠിക്കേണ്ട വല്ല കാര്യമുണ്ടോ? മുത്തശ്ശിയല്ലേ ഈ വീട്ടിലെ അവസാന വാക്ക്. ഇവിടെ ഇങ്ങനെ പക്ഷാഭേദമായിട്ടുള്ള പെരുമാറ്റങ്ങൾ കണ്ടിട്ടും മുത്തശ്ശി എന്താ ഒന്നും മിണ്ടാത്തെ? അമ്മേ, അഞ്ജിത പറയുന്നതിലും കാര്യമുണ്ട്. അമ്മയാണ് ഇപ്പൊ ഈ കുടുംബത്തിന്റെ കാരണസ്ഥാനത്തുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളിലും തീരുമാനം എടുക്കാനുള്ള അധികാരം അമ്മയ്ക്കാണ്. അമ്മയ്ക്ക് മാത്രമേ അധികാരമുള്ളൂ. ദേവിക ഓഫീസിലേക്ക് പോകാൻ അനുവദിക്കരുതെന്ന് ദയവായി അമ്മ മഹിയേട്ടനോട് പറയണം. നിങ്ങൾ പറയുന്നതെല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ദേവികയെ മഹിയും ജാനകിയും ചേർന്ന് പൊക്കിക്കൊണ്ട് നടക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല. അത് ഞാന് അവരുടെ മുന്നിൽ തുറന്നു പറയുകയും ചെയ്തു. പക്ഷേ അന്നേരെ എനിക്ക് കിട്ടിയ അനുഭവം എന്തായിരുന്നു എന്ന് നിങ്ങളെല്ലാവരും കണ്ടതാണല്ലോ. മഹി എന്നോട് ഞാൻ അവന്റെ അമ്മയാണെന്നുള്ള സ്ഥാനം പോലും മറന്ന് പൊട്ടിത്തെറിച്ചു. ദേവികയ്ക്ക് വേണ്ടിയ അവൻ ആദ്യമായി എന്നോട് അപമര്യാദയായി പെരുമാറിയത്. അതിന്റെ വിഷമം ഇപ്പോഴേ എനിക്ക് മാറിയിട്ടൊന്നുമില്ല. അതുകൊണ്ട് തൽക്കാലം ഈ വീട്ടിലെ ഒരു വിഷയത്തിലും ഞാൻ ഇടപെടുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ അതിന് പറ്റിയ സമയമല്ല. പക്ഷേ ഞാൻ ഇടപെടും. എനിക്ക് അനുകൂലമായ ഒരു അവസരം വരുമ്പോ ഞാൻ ഇടപെടും. അന്ന് ഞാൻ മഹാദേവനെ എന്റെ വഴിക്ക് കൊണ്ടുവരും. ഈ ദേവികയുടെ നെകളിപ്പം ഞാൻ അവസാനിപ്പിക്കും. മായേ, ഒരു തരത്തിൽ അമ്മ പറഞ്ഞത് തന്നെയാ ശരി. ഇപ്പൊ അമ്മ അതിൽ ഇടപെട്ടാൽ ചിലപ്പോ അമ്മയ്ക്ക് വീണ്ടും നാണക്കേടുണ്ടാവാൻ സാധ്യതയുണ്ട്. വേണ്ട, നമ്മൾ കാരണം അമ്മയ്ക്ക് അപമാനം ഉണ്ടാവാൻ പാടില്ല. മായേ, അഞ്ജിതേ, തൽക്കാലം ഈ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ അമ്മയെ ബുദ്ധിമുട്ടിക്കണ്ട. വേണ്ട സമയത്ത് വേണ്ട തീരുമാനങ്ങൾ അമ്മ തന്നെ എടുക്കട്ടെ. മാഡം റെഡിയായോ? ഞങ്ങൾ പോയിട്ട് വരട്ടെ.
പോയിട്ടോ മോളെ. സിദ്ധു, ഓഫീസിൽ ചെന്നാ അവിടെ ബഹളം കൂട്ടാതെ ദേവികയെ ശല്യപ്പെടുത്താതെ നീ അവിടെ ഇരുന്നോണം. ഞാൻ ഒരു ശല്യം ഉണ്ടാക്കില്ല അമ്മേ. ഉണ്ടാക്കരുത്. ഉണ്ടാക്കില്ല. ഞാൻ നോക്കിക്കോളാം മാഡം. എന്റെ പൊന്നു മോളെ, നിന്നോടൊരു കാര്യം പറയണമെന്ന് കുറച്ചു നാളായിട്ട് ഞാൻ വിചാരിക്കുക. പക്ഷേ എപ്പോഴും അത് മറന്നുപോകും. എന്താ മാഡം? നിന്റെ ഈ മാഡം എന്ന വിളി ദയവ് ചെയ്ത് നീ ഒഴിവാക്കണം. മാഡം എന്ന വിളി മാറ്റി അമ്മയെന്ന് വിളിക്ക്. അതല്ലേ കേൾക്കാനും നല്ലത്. അങ്ങനെ വിളിച്ച് വിളിച്ചത് ശീലായി പോയതാ മാഡം. ദേ, പിന്നെയും മാഡം. സോറി മാഡം. അല്ല, സോറി അമ്മേ. ഇനി ഞാൻ അമ്മേനെ വിളിക്കും. സന്തോഷം. ഞാൻ എപ്പോഴും ദേവികയെ എന്റെ സ്വന്തം മോളായിട്ടേ കണ്ടിട്ടുള്ളൂ. ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. ഇനി അമ്മേന്ന് വിളിച്ചാ മതി കേട്ടാ. കേട്ടാ? അല്ലാതെ നമുക്ക് ഓഫീസിൽ പോയാലോ? കൊറേ സമയായി. ഇവന് പുറത്തിറങ്ങി കറങ്ങാനുള്ള ധൃതിയാ അല്ലേ? എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. മോളെ, സത്യം പറഞ്ഞ എനിക്ക് നിന്നോട് ഒന്നും പറയാനില്ല. എന്നെക്കാളും കാര്യപ്രാപ്തിയുള്ള ആളാ നീ. ഓഫീസിലെത്തുമ്പോ സിദ്ധുവിനെ പ്രത്യേകം ശ്രദ്ധിച്ചോണം. പിന്നെ ഓഫീസ് കാര്യങ്ങളില് ഇപ്പൊ നിനക്ക് കിട്ടിയിട്ടുള്ള മതിപ്പ് നഷ്ടപ്പെടാത്ത രീതിയിൽ നീ ഇടപെടണം. ഞാൻ ഓഫീസിലേക്ക് പോകുന്നത് അവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി മാത്രമല്ല മാഡം. അയ്യോ, സോറി അമ്മേ. ഓഫീസിലെ അന്തരീക്ഷം സിദ്ധുവിന്റെ അസുഖം ഭേദമാക്കിയെടുക്കാൻ ഉപകരിക്കപ്പെടും. ഓഫീസിലെ ഉത്തരവാദിത്തങ്ങൾക്കൊപ്പം സിദ്ധുവിന്റെ അസുഖം കൂടി ഭേദമാക്കിയെടുക്കുക, അതാണ് എന്റെ ലക്ഷ്യം. കുട്ടന്റെ കാര്യങ്ങൾക്കാവും ഞാൻ എപ്പോഴും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അത് മനസ്സിലുള്ളതുകൊണ്ടാണ് അങ്കിള് പറഞ്ഞ ഉടനെ ഓഫീസിലേക്ക് പോകാമെന്ന് ഞാൻ സമ്മതിച്ചത്. കുട്ടന്റെ കാര്യത്തിൽ നീ പുലർത്തുന്ന ഈ ശ്രദ്ധ കാണുമ്പോ എനിക്ക് പറയാൻ വാക്കുകളില്ല മോളെ. ഞാൻ എന്റെ കടമയാ ചെയ്യുന്നത് അമ്മേ. ആ, എന്നാ പിന്നെ നമുക്ക് ഇറങ്ങാം. ആ, ഞങ്ങള് റെഡിയാ സർ. സാറല്ല, അച്ഛൻ. അച്ഛൻ. എന്റെ എല്ലാവിധ ഭാവുകങ്ങളും. ശരി, എന്നാ പോയിട്ട് അമ്മേ. ഓക്കെ അമ്മേ. ബാബാ. കൺഗ്രാറ്റുലേഷൻസ് മാഡം. താങ്ക് യു. ആ, എന്റെ മരുമകളെ ആർക്കും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. ഇന്നു മുതൽ സിദ്ധുവിന് പകരം ദേവികയായിരിക്കും ഓഫീസിന്റെ ചുമതല ഏറ്റെടുക്കുന്നത്. ദേവികയുടെ നിർദ്ദേശത്തിനനുസരിച്ചായിരിക്കണം ഇനിയുള്ള ഓഫീസിന്റെ പ്രവർത്തനം. എല്ലാ കാര്യങ്ങളിലും ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത് ദേവികയായിരിക്കും. എല്ലാ ഫയലുകളും ദേവിക വെരിഫൈ ചെയ്ത് ഒപ്പുവെച്ചതിന് ശേഷം മാത്രം പ്രൊസീഡ് ചെയ്യുക. ഋഷി, ദേവികയെ സിദ്ധുവിന്റെ ക്യാബിനിലേക്ക് കൊണ്ടുപോകും. ശരി ചേച്ചി, എന്നാ വാ. ചെല്ലുവാണ്. ചേച്ചി, ഇതാണ് സിദ്ധുവേട്ടൻ ഉപയോഗിച്ചിരുന്ന ചെയർ. ഇനി മുതൽ ഇതിൽ ചേച്ചി ഇരിക്കേണ്ടത്. ചേച്ചി ഇതിലേക്ക് ഇരുന്നോളൂ. അല്ല അല്ല, ഞാൻ ഇതിലിരിക്കുക ചേച്ചി.
ചേച്ചിയുടെ പൊസിഷൻ അനുസരിച്ച് ഈ കസേരയിൽ ഇരിക്കേണ്ടത് ചേച്ചിയാ. ചേച്ചി ഇരിക്കേ ഇരിക്കേ ചേച്ചി. ഇരിക്കു ചേച്ചി. ഇരിക്കും മലാകെ. ഋഷി അഭിഷേകും എത്ര നേരമായിട്ട് പറയാ? മലാകെ ഇരിക്കേ. ഇരിക്കും മലാകെ, ഇനി ആലോചിക്കൊന്നുമില്ല. വാ. ചേച്ചി ഇത് നമ്മുടെ കമ്പനിയിലെ പ്രധാനപ്പെട്ട പ്രോജക്റ്റുകളുടെ ഫയലുകളാണ്. ചേച്ചി ഇതെല്ലാം ഒന്ന് വായിച്ചു നോക്കണം. ഇതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചേച്ചി എന്നെ വിളിച്ചാൽ മതി. ശരി, ഞാനിതെല്ലാം നോക്കിക്കോളാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഋഷിയോട് ചോദിക്കാം. പിന്നെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ഈ ഓഫീസിൽ വരാൻ സമ്മതിച്ചു തന്നെ കുട്ടന് വേണ്ടിയാ. കുട്ടന്റെ അസുഖം മാറ്റിയെടുക്കണം, അതാ എന്റെ പ്രധാന ഉദ്ദേശം. എത്രയും പെട്ടെന്ന് കുട്ടനെ പഴയ അവസ്ഥയിലേക്ക് എത്തിക്കണം. കുട്ടൻ സാധാരണ സമയം ചെലവഴിച്ചിരുന്ന സ്ഥലങ്ങളിലെല്ലാം കുട്ടനെയും കൊണ്ട് നടന്നാൽ നഷ്ടപ്പെട്ട ഓർമ്മകൾ തിരികെ കിട്ടുന്ന സ്വാമിയച്ഛൻ പറഞ്ഞത്. ചേച്ചി പറഞ്ഞില്ലെങ്കിലും ചേച്ചിയുടെ ഉദ്ദേശം ഇതായിരിക്കുമെന്ന് ഞങ്ങൾക്കറിയായിരുന്നു. അല്ലടാ അബി? ആ അതെ, ഞങ്ങളത് ഡിസ്കസ് ചെയ്തിരുന്നു.